ഹലോ, ഐ എം ശില്പ. നമ്മൾ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷനാണ് മോർണിംഗിൽ. അപ്പോൾ നമുക്ക് കണ്ടാലോ? ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഹായ്, ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂണിവേഴ്സിറ്റി തിയറി എക്സാം കഴിഞ്ഞ ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം വെക്കുന്നത്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി തിയറി എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫൈനൽ ഇയറും തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ടാക്കിയിരിക്കുന്നത്. സംഭവം കുറച്ച് ബോറ് പരിപാടിയാണ്, പക്ഷേ നമ്മളിത് യൂസ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എനിക്ക് 15-ാം തീയതിയാണ് എൻ്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ വരുന്നത്. അതെനിക്ക് ഫോറൻസിക് മെഡിസിൻ ആണ്. അപ്പം ഇന്ന് 13-ാം തീയതി, അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം 13-ാം തീയതി. അപ്പം അന്നാണ് ഞാൻ സീരിയസ് ആയിട്ടുള്ള എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ രാവിലത്തെ ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 5:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ബൈബിളൊക്കെ വായിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓൾറെഡി മുമ്പ് തന്നെ ഈ വരുന്ന കമ്മ്യൂണിറ്റി മെഡിസിനും അതുപോലെ തന്നെ ഫോറൻസിക് മെഡിസിനും പഠിക്കാൻ വേണ്ടി ഒരു ടൈം ടേബിൾ നേരത്തെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടു ഡു ലിസ്റ്റ് ഇന്ന് ഞാൻ എഴുതുന്നില്ല. അത് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി വെച്ചു. അപ്പം നമ്മുടെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പ്രാക്ടിക്കൽ വരുന്നത് 80 മാർക്കിൻ്റെ എഴുത്തും 20 മാർക്കിന് വൈവയാണ്. ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കണ ഈ സമയത്ത് എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ എല്ലാ വിഷയവും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 80 മാർക്കിൻ്റെ എഴുത്തെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അതിൽ വരുന്ന വെച്ചാൽ കുറേ സർട്ടിഫിക്കറ്റ്സ് എഴുതുകയാണ്. അതായത് വൂണ്ട് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം. പിന്നെ എക്സാമിനേഷൻ ഓഫ് വിക്ടിം ഓഫ് റേപ്പ്, അതല്ലെങ്കിൽ പൊട്ടൻസി സർട്ടിഫിക്കറ്റ്, ഡ്രങ്കൻനെസ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ്സ് എഴുതണം. പിന്നെ കുറേ സ്പോട്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഏതെങ്കിലും ബോണോ, എക്സ്റേ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഗ്രാഫ്, അതായത് ഡ്രൗണിങ്, ഹാങ്ങിങ്, അങ്ങനെ ഏതെങ്കിലും കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് തരും. പിന്നെ ഏതെങ്കിലും വെപ്പൺസ്, നമുക്കൊന്നെങ്കിൽ തോക്കോ അല്ലെങ്കിൽ കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഒരു വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണ സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ, അതായത് പെട്ടെന്ന് മടുത്തു പോകില്ലേ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എക്സാമിന് മുമ്പുള്ള കുറച്ച് ടൈമൊക്കെ നമ്മൾ മെഡിക്കോസ് ഭയങ്കര കൂളായിട്ട് നടക്കും, ചില്ലായിട്ട് നടക്കും. പക്ഷേ എക്സാമിന് മുമ്പുള്ള കുറച്ച് വീക്സ് അവരപ്പോൾ ഒരു ഞാഞ്ഞൊരു ഇരിപ്പായിരിക്കും. ഒറ്റ ഇരിപ്പിനുള്ള പഠിത്തമെന്ന് പറയത്തില്ലേ, അതായിരിക്കും. അത് നമുക്ക് ഈ കോളേജിൽ ചേർന്നിട്ട് കിട്ടിയ ഒരു കഴിവെന്നേ പറയത്തുള്ളൂ. അതുവരെ ഭയങ്കര മടിയാണ്. ഈവൻ എക്സാമിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് വരെയാണെങ്കിൽ പോലും ഭയങ്കര കൂളായിട്ടിരിക്കും. പക്ഷേ എക്സാമിന് തൊട്ടടുത്താറാകുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജി കിട്ടും. ഇതല്ലാണ്ട് ഈ മടുപ്പും ബുദ്ധിമുട്ടും മാറ്റാൻ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പറയും, ഇത്ര ടൈമിൽ നീ ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യണം, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും നിനക്ക് ഇഷ്ടമുള്ളൊരു 2-3 പാട്ട് നിനക്ക് കേൾക്കാൻ വേണ്ടി പറ്റുമെന്ന്. അതായത് നമ്മുടെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും, ചില സമയത്ത് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാനത് പാട്ടാണ് വെക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അങ്ങനെയൊക്കെ വെക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് പഠിക്കാനുള്ളൊരു മോട്ടീവ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സോ ബാക്ക് ടു ഫോറൻസിക് മെഡിസിൻ. അപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 ക്വസ്റ്റ്യൻ വന്നാൽ അതിലൊരു ക്വസ്റ്റ്യൻ, അതായത് ഓരോ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ PDF കുറേ നോട്ട്സ് വായിക്കാനുണ്ട്. അപ്പം ഞാനെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെക്കോർഡ് നോക്കിയിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു മോഡൽ അത് നമുക്ക് ഓൾറെഡി എക്സാമിൽ പ്രൊവൈഡ് ചെയ്യും. അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിളായിട്ട് ഒരെണ്ണം നോക്കാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് PDF നോട്ട്സ് വായിക്കാമെന്ന് വെച്ചു. ഇതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് നോക്കിയപ്പോഴാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കണ്ടത്. ഇപ്പം തന്നെ പുറത്തോട്ട് ഓടിപ്പോയി ഞാൻ ആ വീഡിയോ എടുത്തു. എന്ത് രസമാണ് നോക്കല്ലേ, അടിപൊളിയായിട്ടില്ലേ കാണാൻ. പിന്നെ
കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിനിരുന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. നല്ലപോലെ മടിയൊക്കെ വരുന്നുണ്ട്, പഠിക്കാനും തോന്നുന്നില്ല. പക്ഷേ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ 13-ാം തീയതിയാണ്. ഈ 13-ാം തീയതിയെങ്കിലും അതിൻ്റെ ഒരു തുടക്കം കുറിച്ചില്ലെങ്കിൽ പിന്നെ ഫുള്ള് കുളമാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഫോറൻസിക് മെഡിസിൻ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മടിയൊക്കെ വരും, സ്വാഭാവികം. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച എക്സാമിൻ്റെ വിശേഷം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ 80 മാർക്കിൻ്റെ റൈറ്റിംഗ് പാർട്ടിൽ ഫസ്റ്റത്തെ കമ്പോണൻറ്റ് ഈസി ആയിരുന്നു. തന്ന ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. കുറച്ചുകൂടെ ഈസി ആയിട്ട് തന്നെ തോന്നി. അടുത്ത കമ്പോണൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ 3 സർട്ടിഫിക്കറ്റ്സാണ് എഴുതാനുള്ളത്. അതാണെങ്കിൽ ഒരു ലോഡുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറെന്ന് വെച്ചാൽ അത്രയ്ക്ക് ബോറായിരുന്നു. എന്നാലും എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന സ്പോട്ടേഴ്സ് ആയിരുന്നു. അതും അത്ര സൂപ്പറായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത് വൈവയുടെ സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ വൈവയ്ക്ക് 4 ഫാക്കൽറ്റീസ് ഉണ്ടാവും. 2 പേര് ഇൻറ്റേർണൽസാണ് നമ്മുടെ കോളേജിലുള്ളവരും, 2 പേര് എക്സ്റ്റേണൽസ് പുറത്തുനിന്ന് വരുന്നവരായിരുന്നു. പുറത്തുനിന്ന് വരുന്ന ഒരു സാറിൻ്റെ ഫസ്റ്റത്തെ ഒരു ഇമ്പ്രഷനിൽ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ വൈവയ്ക്ക് പോയത് ആ സാറിൻ്റെ അടുത്തായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, അത്യാവശ്യം സിമ്പിളായിരുന്നു. ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയൊക്കെ പറയാൻ വേണ്ടി പറ്റി. അടുത്തത് പോയത് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു സാറിൻ്റെ അടുത്തായിരുന്നു. അതും കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. മൂന്നാമത് പോയത് അടുത്തൊരു എക്സ്റ്റേണലിൻ്റെ അടുത്തായിരുന്നു. ആളുടെ അടുത്ത് പോയിരുന്നിട്ട് എന്ത് ക്വസ്റ്റ്യൻ ആവോ ചോദിക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ താഴെൻ്റെ വീഡിയോസും എല്ലാം കണ്ടിട്ടുണ്ടോ? അതിനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഞാനോർത്തു ഞങ്ങളുടെ ഫോറൻസിക് മെഡിസിൻ്റെ HOD സാറിന് എനിക്ക് യൂട്യൂബ് ചാനലുള്ള അറിയാം, ചിലപ്പോൾ സാറ് എല്ലാം പറഞ്ഞിട്ടായിരിക്കും എന്നോർത്തു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെ വീഡിയോസാണ് ഇടുന്നത്, സ്റ്റഡി റിലേറ്റഡാന്ന് പറഞ്ഞിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ഉത്തരമൊന്നും പറഞ്ഞില്ലെങ്കിൽ നാണം കെടുത്തില്ലേ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചാൽ അതിൽ ഏറ്റവും വ്യൂസ് ഏതിനാണ് കിട്ടിയത്, റവന്യൂ ഏതാ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. ഭയങ്കര ചില്ലായിരുന്നു സാറ്. പിന്നെ ലാസ്റ്റായിരുന്നു എന്നോട് അബോർഷനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. അത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സാർ എന്നോട് ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 3 വൈവ് അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെ ആയിട്ട് വന്നപ്പോഴായിരുന്നു ലാസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് കളഞ്ഞത്. പോയത് ഞങ്ങളുടെ ഫോറൻസിക് മെഡിസിൻ്റെ HOD സാറിൻ്റെ അടുത്തായിരുന്നു. സാർ എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ ചിലതറിയാമെങ്കിലും എനിക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല. അതെന്താവോ എന്ന് എനിക്കറിയത്തില്ല. സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് പോയി. പറയാതെ പോയ ഉത്തരങ്ങളെക്കാളും കോമഡി ആയിരുന്നു ഞാൻ പറഞ്ഞ് കുളവാക്കിയ കുറേ ഉത്തരങ്ങൾ. ആ പറഞ്ഞ പൊട്ടത്തരം കേട്ട് സാറ് തന്നെ അവിടെ കിടന്ന് ചിരിയായിരുന്നു. അങ്ങനെ ഇതാ പഠിച്ച് നമ്മുടെ ടൈം ഇത്ര ആയിട്ടുണ്ട്. ഇനി എനിക്ക് 9 മണിക്കുള്ള ക്ലാസ് ആണുള്ളത്. മോർണിംഗ് ക്ലാസ് ഇല്ല, കാരണം പ്രാക്ടിക്കൽ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ മോർണിംഗ് ക്ലാസ് നമ്മൾ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഞാൻ പോസ്റ്റിങ്ങിലോട്ടാണ് പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ജേണൽ എഴുതാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ജേണലും കൂടെ എഴുതി. പിന്നെ നമ്മൾ കോളേജിലേക്ക് വേണ്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അതായത് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞാൻ നേരെ നമ്മൾ കോളേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കിപ്പം OPGയിലാണ് പോസ്റ്റിംഗ്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റുള്ള ഗുണം എങ്ങനെയാണ്, നമുക്ക് നേരത്തെയും കാലത്തേക്ക് കോളേജിൽ എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള, എനിക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് നോക്കി തന്നെ എടുത്തു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സും ഞാൻ സീറ്റൊക്കെ പിടിച്ച് അവർ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും വന്നു. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള ബാച്ച്മേറ്റ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ഫൈനൽ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ എടുത്ത സമയത്ത് ഈ കുരുപ്പുകൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് വീഡിയോയിൽ അവരൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിപ്പോയത്. അപ്പോൾ ഇന്നിതാ നമ്മുടെ ശ്രുതിക്കുട്ടിയുടെ സെമിനാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ടെൻഷനുണ്ട്. എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര പേടിച്ചായിരുന്നു വരുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു ചില്ലായിട്ടിരിക്കുക, എല്ലാം സൂപ്പറായിട്ട് അവസാനിക്കുന്നു. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു. എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് നേരത്തെ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു എൻ്റെ മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.